കേരള മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തി ഇടുക്കി കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ പിതാവ് ഷെരീഫും രണ്ടാനം ആലീഷയും കുറ്റക്കാർ. ഇരുവർക്കുമുള്ള ശിക്ഷ അല്പസമയത്തിനകം തൊടുപുഴ സെഷൻസ് കോടതി വിധിക്കും. 11 വർഷം മുമ്പാണ് 5 വയസ്സുകാരൻ അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഷെഫീഖിന്റെ ശരീരം തളർന്നുപോയിരുന്നു. ഷെഫീഖിനെ പരിചരിക്കുന്ന രാഗിനിയുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം. സന്തോഷമുണ്ട്. അവൻ എന്തോരം വേദനിച്ചോ, അവൻ എന്തോരം പുറലോകമായിട്ട് ജീവിക്കാൻ പറ്റാതിരിക്കുന്നോ, അവൻ എന്തൊക്കെ നഷ്ടങ്ങൾ ഈ ജന്മത്തിൽ വന്നു. അപ്പം അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള ഒരു അർഹതപ്പെട്ട ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു ശിക്ഷയിലും ഈ കേരളത്തിലെ ഈ മക്കളെ വേദനിപ്പിക്കൽ, കൊല്ലൽ, അടിക്കൽ, പൊള്ളിക്കൽ ഇതോടുകൂടി നിർത്തണം. തൊടുപുഴയിൽ നിന്ന് ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, 11 വർഷങ്ങൾക്ക് മുമ്പ് 5 വയസ്സുകാരൻ അനുഭവിച്ച വേദന നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ ഇരുവരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇരുവർക്കുമെതിരെ ചുമത്തിയ ഈ കുറ്റങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ എന്തു ശിക്ഷ പ്രതീക്ഷിക്കാം? ശിക്ഷാവിധി എപ്പോഴേക്കുണ്ടാകും? സുഹേലെ 2 മണിയോടുകൂടി ശിക്ഷ പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 2:30 പിന്നിട്ടിരിക്കുന്നു. കോടതിയിൽ ഈ പ്രതികൾ എത്തിയിട്ടുണ്ട്. അഭിഭാഷകർ, പ്രോസിക്യൂഷനും പ്രതിഭാഗവും കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേ കാണുന്ന കോടതിയിലാണ് നിലവിലിപ്പോൾ ശിക്ഷ വിധിക്കാൻ പോകുന്നത്. നേരത്തെ ഇരുവരെയും കുറ്റക്കാരായി കോടതി വിധിച്ചിരുന്നു. ഇവർക്കെതിരെ ചുമത്തിയ 323, 307, 326 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം എല്ലാ വകുപ്പുകളും ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുള്ളതും. ഇപ്പോൾ ശിക്ഷ വിധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹേൽ, ഒരു കാര്യം ഓർക്കണം, 150-ലേറെ പരിക്കുകൾ ആ പിഞ്ച് ശരീരത്തിലുണ്ടായിരുന്നു 5 വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞാക്രമണത്തിനിരയായപ്പോൾ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലയ്ക്ക് മാരകമായ പരിക്ക് ഉണ്ടായിരുന്നു. പ്രതികരിക്കാൻ പോലും, മരുന്നുകളോട് പ്രതികരിക്കാതെ, ആളുകൾ വിളിച്ചാലോ കേട്ടാലോ ഒന്നും തന്നെ പ്രതികരിക്കാതെ ആ കുഞ്ഞു കുറേ അധികം നാൾ ആശുപത്രിയിൽ തന്നെ കിടക്കുകയായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ പിന്നെ തുടർന്നത്. സർക്കാർ തന്നെ ഒരു ആയയെ വെച്ച് നൽകി. രാഗിണി, ഏതാണ്ട് 11 വർഷമായി രാഗിണി ഈ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. ഇന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വിധിയോട് അവർ പ്രതികരിച്ചത് വളരെ സന്തോഷം, ഇനി ഒരു കുഞ്ഞിനും ഇത്തരത്തിൽ ഒരു സാഹചര്യം വരരുത് എന്നുള്ളതാണ് അവർ പ്രതികരിച്ചത്. എന്താണ് ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെന്നറിയാൻ കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ്. നമ്മളും കോടതിക്ക് പുറത്തുണ്ട്. അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കും, ശിക്ഷാവിധി പുറപ്പെടുവിക്കും. ക്രൂരർക്ക് ശിക്ഷാവിധി വിധിക്കുമ്പോൾ ആ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം. 5 വയസ്സുകാരന്റെ ദേഹത്ത് പൊള്ളലേൽക്കാത്തതോ മർദ്ദനമേൽക്കാത്തതോ ആയ പാടുകളോ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും താൻ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആ പാവം ഇപ്പോഴും അങ്ങനെ ജീവിക്കുകയാണ്. തൻ്റെ മാതാവിനും തൻ്റെ രണ്ടാനമ്മയ്ക്കും പിതാവിനും എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിയാൻ ഷെഫീഖിനോടൊപ്പം തന്നെ നമ്മളും കാത്തിരിക്കുകയാണ്. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. അത് തെളിഞ്ഞിരിക്കുകയാണ്.